എന്ത്? മറ്റേ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന ടൈം ട്രാവൽ. അത് തന്നെ. അപ്പൊ ഇതിലൂടെ ഏത് കാലത്തിലേക്ക് പോവാൻ പറ്റുമോ? ഓ, അതൊക്കെ പോവാം. എന്നാ എനിക്കൊരു 10 വർഷം പിന്നിലോട്ട് പോകണം. അതെന്തിനാ? എന്നിട്ട് വേണം എന്റെ മരിച്ചുപോയ അമ്മാനിട്ട് 2 കൊടുക്കാൻ. അതെന്തിന്? ഞാൻ +2 കഴിഞ്ഞപ്പോ തൊട്ട് ചോദിക്കാൻ തുടങ്ങിയതാ ജോലിയൊന്നും ആയിരുന്നു. ഇപ്പൊ 10 വർഷമായി ജോലിയൊന്നും ആയില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ ഐ എം ബാക്ക് വിത്ത് അനദർ വീഡിയോ. നമ്മളെവിടെയാ പറഞ്ഞു? ഡാർക്ക് പോലുള്ള ഒരുപാട് സീരീസുകൾ സിനിമകളൊക്കെ കണ്ട് ടൈം ട്രാവലിനെ പറ്റി ഒരുപാട് പ്രാവശ്യം തലമുണ്ടാക്കി ആലോചിച്ചാണ് നമ്മളൊക്കെ. പക്ഷെ ഇതൊക്കെ നടക്കോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതൊക്കെ നടക്കോ ഇല്ലയോ എന്നുള്ളതാണ് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ചുവന്ന നിറത്തിലാണ് കാണുന്നെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാലേ നമ്മുടെ ചാനലിൻ്റെ ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം. ഞാൻ സയൻസ് ഗ്രാജുവേറ്റൊന്നുമല്ല, വായിച്ചറിഞ്ഞ അറിവുകളാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതും ഇതും പറഞ്ഞ സമയം കളഞ്ഞതിനേക്കാളും നമുക്ക് സമയത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. മിക്ക ആളുകൾ സമയത്തെ സ്ഥിരമായാണ് കാണുന്നതെങ്കിലും ഭൗതികശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇത് ഒരു മിഥ്യയാണെന്ന് കാണിച്ചു. ഇത് ആപേക്ഷികമാണ്. സ്പേസിലൂടെയുള്ള നിങ്ങളുടെ വേഗത അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടാം. ഐൻസ്റ്റീനെ സംബന്ധിച്ചിടത്തോളം സമയം 4ാമത്തെ മാനമാണ്, അതായത് 4th ഡയമെൻഷൻ. സ്പേസ് ഒരു 3 ഡയമെൻഷണൽ അരീനയായി വിശേഷിക്കപ്പെടുന്നു. അതായത് ഇത് ഒരു യാത്രികന് നീളം, വീതി, ഉയരം എന്നപോലുള്ള കോർഡിനേറ്റുകൾ നൽകുന്നു. സമയം മറ്റൊരു കോർഡിനേറ്റേഷൻ നൽകുന്നുണ്ടെങ്കിലും ഇത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. 3D 4D എന്ന് പറഞ്ഞ് വല്ലാതെ കൺഫ്യൂസ് ആവണ്ട. നിങ്ങളിപ്പോൾ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, പിന്നോട്ട് പോകാം, കൂടാതെ ഇടത്തോട്ടും വലത്തോട്ടും പോകാം. ഇതാണ് 3D എന്ന് വിചാരിക്കുക. നിങ്ങളൊരു വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും എന്നതിനപ്പുറം നിങ്ങൾക്ക് താഴേക്കും മുകളിലേക്കും എന്ന ഡയറക്ഷനും കൂടി സഞ്ചരിക്കാൻ പറ്റും. ഇതാണ് 4D എന്ന് കരുതുക. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ടൈം ട്രാവലുമായിട്ട് ഇത് വല്ലാതെ സിങ്ക് ചെയ്യാൻ ശ്രമിക്കരുത്. ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് നിങ്ങൾ മറ്റെന്തിനെങ്കിലും ആപേക്ഷികമായി എത്ര വേഗത്തിൽ നീങ്ങുന്നോ അതിന് അനുസരിച്ച് നിങ്ങളുടെ സമയം മന്ദഗതിയിലാകുകയോ അല്ലെങ്കിൽ വേഗത കൂടുകയോ ചെയ്യുന്നു. പ്രകാശ വേഗത്തെ സമീപിക്കുമ്പോൾ ബഹിരാകാശ പേടത്തിലിരിക്കുന്ന ഒരാളുടെ വയസ്സ് അയാളുടെ വീട്ടിലുള്ള ഇരട്ടയേക്കാൾ മന്ദഗതിയിലാവും. ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി തിയറിക്ക് കീഴിൽ ഗ്രാവിറ്റി സമയത്തെ വളച്ചൊടിക്കുന്നു. ഇതാണ് ഐൻസ്റ്റീൻ്റെ ടൈം ട്രാവൽ തിയറി. അടുത്തായി നമുക്ക് നാസയുടെ ടൈം ട്രാവൽ തിയറി ഒന്ന് പരിശോധിക്കാം. നാസയുടെ അഭിപ്രായത്തിൽ ജനറൽ റിലേറ്റിവിറ്റി യാത്രികർക്ക് തിരികെ പോകാൻ അനുവദിക്കുന്ന സാഹചര്യങ്ങൾ നൽകുന്നു. എന്നിരുന്നാലും ഇക്വേഷൻസ് ഒന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നാസ പറയുന്നത് വേം ഹോളിലൂടെ ഒരു വസ്തു പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിച്ചേക്കാമെന്നാണ്. അതായത് ഒരു സെക്കൻഡിൽ 2,99,972 കിലോമീറ്റേഴ്സ്. ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻസ് കാണിക്കുന്നത് പ്രകാശ വേഗതയുള്ള ഒരു വസ്തുവിന് ഇൻഫിനിറ്റി മാസും കൂടാതെ 0 നീളവും ഉണ്ടായിരിക്കും എന്നാണ്. ഇത് ഒരുപക്ഷെ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണെന്ന് തോന്നിയേക്കാം. പക്ഷേ ചില ശാസ്ത്രജ്ഞർ ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻസ് വിപുലീകരിച്ച് ഇതൊക്കെ നടന്നേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പേസ് ടൈമിൽ പോയിന്റുകൾക്കിടയിൽ വേം ഹോളുകൾ സൃഷ്ടിക്കുക എന്നാണ് നാസ പ്രസ്താവിച്ചത്. ഐൻസ്റ്റീൻ്റെ ഇക്വേഷൻസ് ഇതിന് സഹായകമാവുമെങ്കിലും വളരെ വേഗം തന്നെ തകരുകയും കൂടാതെ ചെറിയ കണങ്ങൾ മാത്രമേ ഇതിന് അനുയോജ്യമാവുകയുമുള്ളൂ. ശാസ്ത്രജ്ഞർ ഇതുവരെ വേം ഹോളുകൾ നിരീക്ഷിച്ചിട്ടില്ല. കൂടാതെ ഒരു വേം ഹോൾ നിർമ്മിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദ്യ ഇന്ന് നമ്മുടെ പക്കലുള്ളതിനും അപ്പുറമാണ്. ഫിസിക്സിന് പുറമെ ഒരുപാട് സവിശേഷ സാഹചര്യങ്ങളാണ് ടൈം ട്രാവൽ സൃഷ്ടിക്കുന്നത്. അതിലൊന്നാണ് ഗ്രാൻഡ് ഫാദർ പാരഡോക്സ്. ഒരാൾ ടൈം ട്രാവൽ ചെയ്ത് അയാളുടെ പാസ്റ്റിലേക്ക് പോയി അയാളുടെ മാതാപിതാക്കളെയോ മുത്തച്ഛനെയോ കൊന്നു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് ഭാവിയിലേക്ക് മടങ്ങി വരാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ഒരാൾ ജനിക്കാനുള്ള സാധ്യതയെ അവിടെ ഇല്ലാതാവുന്നു. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് ടൈം ട്രാവൽ. നമ്മുടെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ടൈം ട്രാവൽ തിയറിറ്റിക്കലി പോസിബിൾ ആണ്. ഇതിനുള്ള ടെക്നോളജികൾ എന്ന് വരുന്നോ അന്ന് ഇതൊക്കെ സാധ്യമാവുകയും ചെയ്യാം. ഈ വീഡിയോയിൽ പറഞ്ഞ 2 ടൈം ട്രാവൽ തിയറീസിനും അപ്പുറം ഒരുപാട് ടൈം ട്രാവൽ തിയറീസ് പിന്നീട് വരുന്നു വന്നിരുന്നു. വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതുകൊണ്ടാണ് ആ തിയറികളൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത്. നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് തുടർന്നുള്ള വീഡിയോസിൽ ആ തിയറികളും ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. തുടർന്നുള്ള ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു ടോപ്പിക്കുമായി വരുന്നവരെ മിസ്റ്റർ ഫ്രൈഡേ സൈനിങ് ഓഫ്.